നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശരിക്കും നെതന്യാഹു എവിടെയാണ്? ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വാർത്ത പ്രചരിക്കുന്നത്. എന്താണ് ശരിക്കും അതിൻ്റെ സത്യാവസ്ഥ? ഇനി നെതന്യാഹു കൊല്ലപ്പെട്ടില്ല എന്നാണെങ്കിൽ നെതന്യാഹുവിന് പിന്നാലെ തങ്ങളുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു ഇറാൻ. ഉറപ്പായും നെതന്യാഹുവിൻ്റെ ശരീരം മണ്ണോടടിയുന്ന കാലം ഉറപ്പായും സംഭവിക്കും. അതിനുവേണ്ടി ഇറാൻ കച്ചകെട്ടി ഇറങ്ങിയെന്ന ഭീഷണിയാണ് IRGC ഉയർത്തിയിരിക്കുന്നത്. ഇസ്രായേൽ അമേരിക്ക ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി വധിക്കപ്പെട്ടു എന്ന കിംവദന്തികൾ കാട്ടുതീ പോലെ പടർന്നു പന്തലിച്ചത്. തുർക്കി ആസ്ഥാനമായിട്ടുള്ള അനഡോലു ഏജൻസിയുടെ അന്വേഷണത്തിന് മറുപടിയായാണ് നെതന്യാഹു കൊല്ലപ്പെട്ടിട്ടില്ല, പൂർണ്ണ ആരോഗ്യവാനായി സുരക്ഷിതനായിരിക്കുന്നു എന്നുള്ള വാർത്ത പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ പുറത്തുവിട്ടത്. ഇപ്പോൾ പ്രചരിക്കുന്ന ഈ വാർത്തകളൊക്കെ വ്യാജ വാർത്തയാണെന്നാണ് നെതന്യാഹുവിൻ്റെ ഓഫീസ് പറയുന്നത്. വെള്ളിയാഴ്ച നെതന്യാഹു തൻ്റെ എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ച ഒരു വീഡിയോയെ മുൻനിർത്തി മറ്റു ചില അഭ്യൂഹങ്ങൾ കൂടി പ്രചരിച്ചു. അതായത് നെതന്യാഹുവിൻ്റെ മരണ വാർത്ത ശരിയെന്ന രീതിയിൽ കൂടുതൽ ആക്കം പകർന്നു ഏറ്റവും ഒടുവിൽ പങ്കുവച്ച വീഡിയോ ദൃശ്യം. ഇസ്രായേൽ ഇറാൻ യുദ്ധത്തെക്കുറിച്ചുള്ള വീഡിയോ ദൃശ്യത്തിൽ കണ്ടതാകട്ടെ നെതന്യാഹുവിൻ്റെ വലതു കൈയിൽ 5 അല്ല 6 വിരലുകൾ ഉണ്ടായിരുന്നു. അതാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തലായി വന്നതും ചിത്രം പ്രചരിച്ചതും. നെതന്യാഹുവിൻ്റെ അപരനെന്നോ അതല്ലെങ്കിൽ AI സംവിധാനം സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് രൂപപ്പെടുത്തിയെടുത്തിയ ഒരു ഫേക്ക് വീഡിയോ ആണെന്നും ഒക്കെ തന്നെ പ്രചരണമുണ്ടായിരുന്നു. വീഡിയോയുടെ 35-ാം സെക്കൻഡിലാണ് വിരലുകൾക്ക് സമീപത്ത് അസ്വാഭാവികമായ ചില മാറ്റം കണ്ടത്. അങ്ങനെയാണ് കൃത്രിമമായി സൃഷ്ടിച്ചെടുത്ത ഒരു വീഡിയോ ആണ് ഇത് എന്നുള്ള സംശയം കൂടുതൽ ബലപ്പെട്ടത്. അപ്പോഴാണ് ചോദ്യമുണ്ടായത്, അങ്ങനെയെങ്കിൽ പ്രധാനമന്ത്രി എവിടെ? ഇതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസും കൃത്യമായ മറുപടി നൽകിയത്. ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിക്ക് വധഭീഷണിയുമായി ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് രംഗത്ത് വരുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടിട്ടില്ല എങ്കിൽ പിന്തുടർന്ന് കൊലപ്പെടുത്തുമെന്നാണ് ഇറാന്റെ ഭീഷണി. കുട്ടികളെ കൊല്ലുന്ന കുറ്റവാളി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞങ്ങൾ അയാളെ പിന്തുടർന്ന് ഇല്ലാതാക്കുമെന്നാണ് IRGC പ്രസ്താവനയിലൂടെ പറഞ്ഞത്. കുറച്ച് ദിവസമായി പൊതുവേദികളിൽ നെതന്യാഹുവിനെ കാണാനില്ല, നെതന്യാഹുവിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുന്നില്ല എന്ന റിപ്പോർട്ട് വന്നതിന് പിറകെയാണ് വ്യക്തത വരുത്തിയത്. മാർച്ച് 12-നായിരുന്നു ഇസ്രായേൽ നെതന്യാഹുവിൻ്റെ ആ വീഡിയോ പുറത്തുവിട്ടത്. ആ വീഡിയോ AI നിർമ്മിതമാണെന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ പറഞ്ഞ 6 വിരലുകൾ തോന്നിപ്പിക്കുന്നുവെന്നും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ മരണവാർത്തയെ കൂടുതൽ ബലപ്പെടുത്തി. ആ വീഡിയോയിൽ തന്നെ ഇറാൻ്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയിയെ കൊല്ലുമെന്നും നെതന്യാഹു ഭീഷണി മുഴക്കിയിട്ടുണ്ടായിരുന്നു. ഇസ്രായേലിൽ ഇറാൻ ദിവസങ്ങൾക്ക് മുൻപ് ഒരു ആക്രമണം നടത്തിയിരുന്നു, മിസൈൽ വർഷം നടത്തിയിരുന്നു. അതിൽ നെതന്യാഹുവിൻ്റെ ബങ്കർ അടക്കം തകർന്നു, നെതന്യാഹു മരണപ്പെട്ടു എന്ന അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. പിന്നാലെയാണ് നെതന്യാഹുവിൻ്റെ വീഡിയോ സന്ദേശം പുറത്തു വന്നെങ്കിലും അത് നെതന്യാഹു അല്ല എന്ന ചർച്ചകൾ കൊടുമ്പിരി കൊണ്ടത് ചൂടുപിടിച്ചത്. ഇതുകൂടാതെ തന്നെ നെതന്യാഹുവിൻ്റെ മകൻ യായിർ നെതന്യാഹു മാർച്ച് 9-ന് ശേഷം എക്സ് ഹാൻഡിലിൽ ഒരു പോസ്റ്റും പങ്കുവച്ചിട്ടില്ല, എക്സ് ഉപയോഗിച്ചിട്ടില്ല. അത് കുടുംബത്തിലുണ്ടായ ഒരു വലിയ ദുരന്തത്തെ തുടർന്നാണെന്നാണ് അഭ്യൂഹങ്ങൾ പ്രചരിച്ചത്. നെതന്യാഹു മാത്രമല്ല, നെതന്യാഹുവിൻ്റെ മകനും കൊല്ലപ്പെട്ടു എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇതിന് കൂടുതൽ ബലം പകരുന്നത്. നെതന്യാഹു എവിടെയാണെന്ന് നിരൂപകയായിട്ടുള്ള കാൻഡസ് ഓവൻസ് ചോദ്യം ഉയർത്തിയതും വലിയ വിഷയമായി മാറിയിരുന്നു. എന്നാൽ നെതന്യാഹുവിൻ്റെ മരണ വാർത്തകളൊക്കെ പൂർണ്ണമായും നിരാകരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ്. ഇപ്പോഴും വളരെ സുഖമായിരിക്കുന്നു. ചില ഉപയോക്താക്കൾ അദ്ദേഹത്തിൻ്റെ മകൻ എയർ നെതന്യാഹു സോഷ്യൽ മീഡിയയിൽ നിന്ന് അപ്രത്യക്ഷമായെന്ന് പറയുന്നു. എക്സിൽ ഏകദേശം 2,84,000 ഫോളോവേഴ്സുള്ള വളരെ സജീവമായിരുന്ന എയർ മാർച്ച് 9-ന് ശേഷം ഒന്നും തന്നെ പോസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ട്? അതിനുള്ള മറുപടി കിട്ടിയിട്ടില്ല. ഇനി മറുഭാഗത്ത് ഇറാനെ സംബന്ധിച്ച് പുതിയ പരമോന്നത നേതാവായിട്ടുള്ള മുജ്തബ ഖമനേയി മരണപ്പെട്ടു എന്ന രീതിയിൽ വാർത്തകൾ നേരത്തെ പ്രചരിച്ചു. ഒരാക്രമണത്തിൽ അദ്ദേഹത്തിൻ്റെ കാല് നഷ്ടപ്പെട്ടു എന്ന വാർത്തകൾ പ്രചരിച്ചു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ജീവനോടെയുണ്ടെന്നും അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്ക് സംഭവിച്ചു എന്നുമാണ് റിപ്പോർട്ട് ലഭിക്കുന്നത്. ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തെ ഉദ്ധരിച്ചാണ് നിലവിൽ ദേശീയ മാധ്യമങ്ങൾ ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ഗുരുതരമായി പരിക്ക് സംഭവിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ആശയവിനിമയം ഉൾപ്പെടെ അതീവ നിയന്ത്രണത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. മുസ്തഫ ഖമനേയിയുമായിട്ടുള്ള എല്ലാ ആശയവിനിമയങ്ങളും ഇപ്പോൾ IRGCയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കും. ഖമനേയിയുടെ സന്ദേശങ്ങൾ പുറംലോകത്തെത്തിക്കുന്നത് IRGC ഉദ്യോഗസ്ഥരാണെന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. നേരത്തെ മുസ്തഫ ജീവനോടെ ഇല്ലെന്നും കൊല്ലപ്പെട്ടുവെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ അത് തുറന്നു പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ കൊടുമ്പിരി കൊണ്ടത്. മുസ്തഫയുടെ ആരോഗ്യനിലയെക്കുറിച്ച് US പലപ്പോഴായി പ്രസ്താവന നടത്തി. ആദ്യം ഗുരുതരമായി പരിക്കേറ്റു, ശരീരത്തിൻ്റെ രൂപം തന്നെ മാറിപ്പോയെന്ന് അമേരിക്ക ആരോപിച്ചു. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിലാണ് പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടത്. ഇനി അടുത്ത ആക്രമണത്തിൽ
മകനെയും കൊലപ്പെടുത്തുമെന്ന ഭീഷണി ഉയർത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ മകൻ മുസ്തഫയ്ക്ക് പരിക്ക് സംഭവിച്ചിരിക്കുന്നത് ഖമനിയെ കൊലപ്പെടുത്തിയ ആ ആക്രമണത്തിലാണോ എന്ന കാര്യത്തിലാണ് ഒരു വിശദീകരണം കിട്ടേണ്ടത്. ആക്രമണ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മകനും ഭാര്യയും ഒക്കെ കൊല്ലപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു. അലി ഖമനിക്ക് പിന്നാലെ മുസ്തഫയെ പരമോന്നത നേതാവായി ഇറാൻ അവരോധിച്ചതിനുള്ള കാരണവും അതിൽ നിന്നും പരിക്ക് സംഭവിച്ച് രക്ഷപ്പെട്ടു വന്നതുകൊണ്ടാണോ എന്നുള്ളതും സംശയം ഉയർത്തുന്നതാണ്. ഇദ്ദേഹം പുതിയ പദവിയിലേക്ക് സ്ഥാനാരോഹണപ്പെട്ടതിന് ശേഷമുള്ള ചിത്രങ്ങളോ വീഡിയോ ദൃശ്യങ്ങളോ ഇതുവരെ പുറത്തു വരാത്തതുമേറെ സംശയങ്ങൾ ഉയർത്തിയിരുന്നു. പകരം എഴുതി തയ്യാറാക്കിയ ഒരു പ്രസ്താവന മാത്രമേ പുറത്തു വന്നുള്ളൂ. അതോടെയാണ് മുസ്തഫയുടെ ജീവൻ എന്തോ അപകടം സംഭവിച്ചു, ഒരു പാവയായി മുസ്തഫയെ ഉപയോഗിക്കാൻ നിലവിൽ IRGC ശ്രമം നടത്തുന്നു, അങ്ങനെ ഒരാൾ ജീവനോടെ ഇല്ല, അങ്ങനെ ഒന്നില്ല എന്ന രീതിയിൽ അഭ്യൂഹങ്ങൾ പ്രചരിച്ചത്. ഇതിന് പുറകെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി മരിച്ച തരത്തിലും കഴിഞ്ഞ ദിവസം വാർത്തകൾ പ്രചരിച്ചത്. ഇറാന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്നാണ് പറയുന്നത്. അതല്ലാതെ അദ്ദേഹം രാജ്യം വിട്ടെന്നൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരണം ഉണ്ടാകുന്നുണ്ട്. ഇറാൻ ഇസ്രായേൽ യുദ്ധം ഇപ്പോൾ 15ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. 2 ആഴ്ച പിന്നിട്ട പശ്ചാത്തലത്തിൽ വെള്ളിയാഴ്ച നെതന്യാഹു തന്നെ നേരിട്ട് എക്സ് ഹാൻഡിലെത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്ത തെറ്റിദ്ധാരണ മാറ്റാനുള്ള ശ്രമം നടത്തിയെങ്കിൽ പോലും അത് വീണ്ടും വലിയ വിവാദങ്ങൾക്ക് കാരണമായി വന്നതിന് പിറകെയാണ് കൃത്യമായ വിശദീകരണം ഇപ്പോൾ നൽകുന്നത്. അത് ഒരു AI ഗ്ലിച്ചാണെന്നും വിരലിൽ സൂക്ഷിച്ചു നോക്കുമെന്നൊക്കെ തന്നെ പലരും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി കമൻറ്റുകൾ പ്രചരിപ്പിക്കുന്നത് നമുക്ക് ഏവർക്കും കാണുവാനും സാധിക്കുന്നുണ്ട്. അതേസമയം സൗദിയിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തിയത് തങ്ങളല്ലെന്നും ഇസ്രായേൽ ഇറാന്റെ പതാക വ്യാജമായി ഉപയോഗിച്ച് ആക്രമണം നടത്തിയതാണെന്നുമാണ് ഇറാൻ സൈന്യത്തിന്റെ ആരോപണം. സൗദിയിലെ ജനവാസ മേഖലകൾ ലക്ഷ്യമിട്ടുകൊണ്ട് രാവിലെ കനത്ത ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. 10 ഡ്രോണുകൾ തകർത്തെന്നാണ് സൗദി പ്രതിരോധ മന്ത്രാലയവും പറയുന്നത്. തുർക്കി, ഇറാഖ്, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്ക് ഇസ്രായേലും അമേരിക്കയും ആക്രമണം നടത്തിയ ശേഷം അത് ഇറാന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നെന്നും വതം അൽ അൻബിയ സെൻട്രൽ വക്താവ് പ്രതികരിക്കുകയുണ്ടായി. ഇറാന്റെ ഷഹീദ് ഡ്രോണുകളോട് സാമ്യമുള്ള ലൂക്കാസ് ഉപയോഗിച്ചാണ് സൗദിയിലും കുവൈത്തിലും ഇറാഖിലും ഈ ആക്രമണം നടത്തിയെന്നാണ് പറയുന്നത്. ഇറാൻ ഒരിക്കലും ജനവാസ മേഖലകളെ ലക്ഷ്യമിടില്ലെന്നും അമേരിക്കൻ വ്യോമത്താവളങ്ങൾ, അമേരിക്കയുമായി ബന്ധമുള്ള സ്ഥാപനങ്ങൾ, ഇസ്രയേലുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് നേരെ മാത്രമേ ആക്രമണം ഉണ്ടാകൂവെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയെന്നും അദ്ദേഹം പറയുന്നു. ഇറാൻ നടത്തുന്ന എല്ലാ ആക്രമണങ്ങളും ഔദ്യോഗികമായി ഇറാൻ സ്ഥിരീകരിക്കാറുണ്ട്. ഇത് തങ്ങളുടേതല്ല എന്നാണ് നിലവിൽ ഇറാൻ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത. What?